إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسر لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന പുറത്തുകാരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം നിത്യമായ ജാഗ്രത എപ്പോഴും വെച്ചു പുലർത്തണമെന്ന് ഓർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു തത്വമുണ്ട്. അവൻ പറയുകയാണ്, إنا أردنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. إنا أردنا الأمانة അതേ അമാനത്ത് നാം പ്രദർശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്വം നാം പ്രദർശിപ്പിച്ചു. അല സമാവാതി വൽ ജിബാൽ, പർവ്വതങ്ങളുടെയും ഭൂമിയുടെയും ആകാശങ്ങളുടെയും മുന്നിൽ നാം ഉത്തരവാദിത്വ ബോധമുള്ള ഉത്തരവാദിത്വ അമാനത്ത് പ്രദർശിപ്പിച്ചപ്പോൾ അവർ അത് വിസമ്മതിച്ചു. അത് ഏറ്റെടുക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് അവർക്ക് ഭയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെ മുന്നിൽ വെച്ചപ്പോൾ അവരാരും അത് ഏറ്റെടുത്തില്ല. എന്നാലോ മനുഷ്യന്മാരെന്നൊക്കെ അത് ഏറ്റെടുത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ വാലിനും ജാഹിലും ആയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് മനുഷ്യന് കഴിയില്ല എന്നവർ പറഞ്ഞില്ല. മറിച്ച് അവൻ എന്താക്കി, ഏറ്റെടുത്ത ഉത്തരവാദിത്വം പഠിക്കാതെ പോയി ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്കറിയാം അതിന്റെ ഗൗരവം. അതുകൊണ്ട് തന്നെ അവരെ ഏറ്റെടുത്തില്ല. പക്ഷെ മനുഷ്യനാകട്ടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു. അത് നിർവഹിക്കുന്നതിന് അവൻ അക്രമം പ്രവർത്തിക്കുകയും ചെയ്തു. സഹോദരന്മാരെ, അപ്പോൾ നമുക്കൊക്കെ അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഇവിടെ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും എല്ലാ മേഖലകളിലും ഉത്തരവാദിത്വം അർപ്പിക്കപ്പെട്ടവരാണ്. വീട്ടിൽ ഗ്രഹനാഥൻ, അതുപോലെ തന്നെ ഗ്രഹനായിക, മക്കൾ, കുടുംബം, ഒരു വീട്ടിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരു യജമാനൻ, തൊഴിലാളി, ജോലിക്കാരൻ, എല്ലാ മേഖലകളിലും തന്നെ ഉത്തരവാദിത്വം അർപ്പിക്കപ്പെട്ടവരാണ് എന്ന ബോധം നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ ഉത്തരവാദിത്വം നമ്മൾ ഉണ്ടായിരിക്കെ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് നമുക്ക് എന്തുണ്ടായിരിക്കണം? നമുക്ക് അറിവുണ്ടായിരിക്കണം. നമുക്ക് അറിവില്ല എന്ന ഒരു ഒഴിവ് കിഴിവ് അതുകൂടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വൈദ അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം
അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹീദനാ. ആദം സന്തതികളെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ പ്രദർശിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അപ്പോൾ അന്ന് നമ്മൾ ഖാലൂ ബലാ ഷഹീദനാ, അതെ അല്ലാഹുവേ നീ നമ്മുടെ റബ്ബാണ്, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അൻതഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് റബ്ബിനെ അറിയുമായിരുന്നില്ല, അല്ലാഹുവിനെ അറിയുമായിരുന്നില്ല, ലോകങ്ങളുടെ സൃഷ്ടാവിനെ മനസ്സിലായിരുന്നില്ല എന്ന് പറയാതിരിക്കാൻ നമ്മളെ ശ്രദ്ധിക്കുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം സന്തതികളുടെ മുതുകിൽ നിന്ന് നമ്മുടെ റൂഹ് പുറത്തെടുക്കുകയും അവൻ നമ്മോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താണ്? ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ? അപ്പൊ അന്ന് നമ്മൾ ഉത്തരം കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തരം? അതെ, നീ നമ്മുടെ റബ്ബാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെയാണ് ഏത് കടുത്ത യുക്തിവാദിക്കും പോലും അവരുടെ മനസ്സിൽ നിന്ന് ഇടയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു നേട്ടമുണ്ട്. അതെന്താണ്? ഈ ലോകം ഒരു സിദ്ധാവുണ്ട്, ഈ ലോകങ്ങൾക്ക് ഒരു നാഥനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ഒരു തരത്തിലും ഒഴിവുകഴിഞ്ഞ് സമർപ്പിക്കാൻ സാധ്യമല്ല. അത് അടിസ്ഥാനപരമായ വിഷയമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കെ നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്ന ഈ ദുനിയാവിലുള്ള നൈഷ്ഠികമായ ജീവിതം, ആ ജീവിതത്തിന് വലിയ വിലയുണ്ട്. അത് എങ്ങനെയെങ്കിലും തമാശയായി കഴിഞ്ഞു പോകാനുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ അശ്രദ്ധമായി കഴിഞ്ഞു പോകാനുള്ളതല്ല. എന്ന് വെച്ചാൽ ജീവിതത്തിന് ശക്തമായ ഉത്തരവാദിത്തമുണ്ട്. ജീവിതം നമ്മുടേത് അലക്ഷ്യമായി തീർക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ തൊട്ട് കാത്തിരക്ഷിക്കണം. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നരകത്തിൽ തൊട്ട് കാത്തിരക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല. നിങ്ങളുടെ കുടുംബക്കാരെ, നിങ്ങളുടെ ഭാര്യമാരെ, നിങ്ങളുടെ കുട്ടികളെ, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ, എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ചേർത്തി പറയുന്നത്? നിങ്ങൾ നിങ്ങളെ തൊട്ട് നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണമെന്ന് പറഞ്ഞെടുത്താ പറയുന്നത്, നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണം. عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. നരകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ കത്തിക്കപ്പെടുന്നതാണ്, കല്ലുകൾ കത്തിക്കപ്പെടുന്നതാണ്, അതിഘോരമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തെ തൊട്ട് കാത്തിരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ള ഉത്തരവാദിത്തമാണ്. ഒരു പിതാവിനുള്ള ഉത്തരവാദിത്തമാണ്, ഒരു മാതാവിനുള്ള ഉത്തരവാദിത്തമാണ്. സഹോദരന്മാരെ, വിഷയം ഗൗരവമാണ്. ദുനിയാവിന്റെ കാര്യത്തിൽ നാം കാണിക്കുന്ന അമിതമായ ഉത്കണ്ഠ പരലോകത്തിന്റെ കാര്യത്തിൽ നാം കാണിക്കാറുണ്ട്. കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട തെർബിയത്ത്, അത് നമുക്ക് കാണിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത് എന്നത് നമ്മൾ ആന്തരികമായി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിസ്കാരം കൂട്ടി കൽപ്പിക്കണം. നിങ്ങളുടെ കുടുംബത്തെ നിസ്കാരം കൂട്ടി കൽപ്പിക്കണം. നിങ്ങളുടെ ഭാര്യയെ കൽപ്പിക്കേണ്ടി വരും, ഭർത്താവിനെ കൽപ്പിക്കേണ്ടി വരും, നിങ്ങളുടെ മക്കളെ കൽപ്പിക്കേണ്ടി വരും, നിങ്ങളുടെ സഹോദരി സഹോദരന്മാരെ നിസ്കാരം കൂട്ടി കൽപ്പിക്കണം. അതിൽ നിങ്ങൾ ക്ഷമിച്ചു കഴിക്കണം. ഒരിക്കലും നിസ്കരിക്ക് എന്ന് പറഞ്ഞിട്ട് മതിയാക്കലല്ല. നിസ്കരിക്കുപോലെ നിസ്കരിക്കില്ല എന്ന് പറഞ്ഞ് മതിയാക്കലല്ല. ആ പറച്ചിൽ തുറച്ചുകൊണ്ടേയിരിക്കണം. അത് നിങ്ങൾ ക്ഷമിച്ചിരിക്കണം, ക്ഷമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ മകളുടെ ഭർത്താവ് ചിലപ്പോൾ പാതിരാക്ക് വന്ന് സൂര്യ നിസ്കരിക്കാതെ കടന്നുണ്ടാവും. മുട്ടണം, പാലിൽ വിളിക്കണം, എന്നിട്ട് എഴുന്നേൽപ്പിക്കണം. കാരണം അത് കണ്ടിന്യൂ ആയുള്ള പ്രോഗ്രാമാണ്, തുടർച്ചയായി നമ്മൾ തുടരേണ്ട പരിപാടിയാണ്. സഹോദരന്മാർ, അതുകൊണ്ട് തന്നെ ചില വിഷയമല്ല ഈ വിഷയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പറഞ്ഞത്, നിങ്ങൾക്ക് എല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. കാരണം എന്താണ്? എല്ലാവരും എന്താണ്? ഭരണാധികാരികളാണ്. നമുക്ക് കീഴിലുള്ള ഭരണീയരെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും.
അയാൾക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അയാളാണ് കുത്തുബ പറയേണ്ടത്. അയാൾക്ക് ദീനിയായ വിചാരത്തിലുണ്ടാകുന്ന അവഹാരം ഉണ്ടായിരിക്കണം. അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിന് അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ് ആര്? ഭാര്യ എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് ഭർത്താവിന്റെ വീട്ടിലെ നായികയാണ്. അവരുടെ വീട്ടിലെ അടുക്കളയിൽ ഭക്ഷണം വെച്ച് കൊടുക്കൽ, വീട് വൃത്തിയാക്കാൻ, ഡ്രസ് അലക്കൽ, ഇങ്ങനെയുള്ള കാര്യം മാത്രം ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന് പറയുന്നത്. മറിച്ച് വീട്ടിലെ കുട്ടികളുടെ സകല കാര്യത്തിലും ആർക്കും ഉത്തരവാദിത്തമുണ്ട്. അത് ഭാര്യയ്ക്കും ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണവും ചികിത്സാ കാര്യങ്ങളും സ്കൂൾ ഫീസും മാത്രം ശ്രദ്ധിച്ചപ്പോൾ മക്കളുടെ ഗർഭീയത്തിന്റെ കാര്യത്തിൽ അത് ആർക്കും ഉത്തരവാദിത്തമുണ്ട്. ഭർത്താവിനെ കിടക്ക് ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വലാ തക്സിബു കുല്ലു നഫ്സിൻ ഇല്ലാ അലൈഹാ. ഏതൊരാളും ചെയ്തു വെക്കുന്നതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് മാത്രമാണ്. ഒരാൾ പ്രവർത്തിക്കുന്നതിന്റെ പരിണിത പ്രവർത്തനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അത് അയാൾക്കാണ്. അത് ഭാര്യയുടെ ഭാര്യക്കുണ്ട്, ഭർത്താവ് ചെയ്താൽ ഭർത്താവുണ്ട്, മക്കൾ ചെയ്താൽ മക്കൾക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാരം ചുമക്കുന്ന യാതൊരാളും മറ്റൊരു ഭാരം ചുമക്കാവുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവനിലേക്കാണ് നിങ്ങൾ മടങ്ങാനുള്ളത്. എന്ന് വെച്ചാൽ നൈമിഷികമായ ജീവിതത്തിന്റെ മണിക്കൂറുകൾ, സെക്കൻഡുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ അതൊക്കെ എത്രയും പെട്ടെന്ന് നമ്മളെ കൊഴിഞ്ഞു പോകും. അല്ലാഹുവിലേക്കാണ് മടങ്ങാനുള്ളത്. അപ്പോൾ ഇവിടെ ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ഒരു ഗ്രഹനാഥൻ വീട്ടിലെന്നാണ് പ്രവർത്തിച്ചത്. ഒരു പള്ളികളുടെ ഭരണാധികാരികളുടെ കീഴിലുള്ള മസ്ജിദുകളിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ഒരു ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മുഖ്യൻ അയാളെ ഗ്രാമത്തിൽ നിന്നാണ് പ്രവർത്തിച്ചത്. ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ ആ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ ചെയ്തു വെച്ച പഠിത പ്രവർത്തനം എന്തായിരുന്നു? ഒരു ജോലിക്കാരൻ അയാൾ കാശ് വാങ്ങുന്ന, കൂലി വാങ്ങുന്ന യജമാനോട് അയാളുടെ ജോലിയോട് കാട്ടിയ ഉത്തരവാദിത്വം എന്തായിരുന്നു? സകലതും നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു കാര്യമാണ്, വ്യത്യസ്ത രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഭൂമിയിൽ പ്രതിനിധികളായി നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് അതെ, നിങ്ങൾക്ക് അവർ നൽകിയതിൽ നിന്ന് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ചിലരെ പല പദവികളായി അവർ മാറ്റിയിട്ടുണ്ട്. പല പദവികളായിട്ട് മാറ്റിയിട്ടുണ്ട്. ചിലപ്പോൾ ഭാര്യയായിട്ടുള്ള പദവി, മക്കളെന്നുള്ള പദവി, സഹോദരൻ എന്നുള്ള പദവി, മുതലാളി എന്നുള്ള പദവി, യജമാനൻ, അതുപോലെ തന്നെ തൊഴിലാളി എന്നുള്ള പദവി, ഇങ്ങനെ പല രൂപത്തിൽ പദവികളായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സഹോദരന്മാരെ, ഇത് ചില്ലറ കാര്യമല്ല. അമാനത്ത് എന്ന് പറയുന്നത്, മസൂലിയത്ത് എന്ന് പറയുന്നത് അവരവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ് എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നമ്മിലേക്ക് മടങ്ങി വരില്ല എന്നാണോ നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? എന്ന് വെച്ചാൽ സഹോദരന്മാരെ, അടിസ്ഥാനപരമായി നമ്മൾ ഉണ്ടാകേണ്ട ബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നമാ അംവാലുക്കും വഅൗലാദുക്കും ഫിത്ന. നിങ്ങളുടെ സമ്പത്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾ, സന്താനങ്ങൾ, അത് നിങ്ങൾക്കുള്ള പരീക്ഷണങ്ങളാണ്. നമ്മുടെ സമ്പത്ത്, നമ്മൾ അനുഭവിക്കുന്ന വീട്, വാഹനം, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, അതൊക്കെ എന്താണ്? അതൊക്കെ പരീക്ഷണങ്ങളാണ്. സഹോദരന്മാരെ, എങ്ങനെയാണ് മക്കൾ പരീക്ഷണങ്ങളാകുന്നത്? അതെ, എല്ലാ കുട്ടികളും ജനിച്ചു വീഴുന്നത് വിതർത്തിലാണ്, ശുദ്ധപ്രകൃതിയിലാണ്, മുസ്ലിമായിക്കൊണ്ടാണ്. എന്നാൽ അവരുടെ മാതാപിതാക്കളാണ് അവനെ മജൂസിയാക്കുന്നത്, ക്രൈസ്തവനാക്കുന്നത്, യഹൂദിയാക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മക്കൾ നമുക്ക് പരീക്ഷണങ്ങളാണ്.
പറയാണ് എല്ലാ സന്താനങ്ങളും ജനിച്ചു വളരുന്നത് വിത്തനത്തിലാണ് മുസ്ലിമായിക്കൊണ്ടാണ്. പക്ഷെ അവരുടെ മാതാപിതാക്കളാണ് അവരെന്താക്കി മാറ്റുന്നത്? അവരെ മജൂസിയോ അല്ലെങ്കിൽ തെമ്മാടിയോ അല്ലെങ്കിൽ അവരെ അഗ്നി ആരാധകനോ ഒക്കെ മാറ്റി മാറ്റുന്നത്. സഹോദരന്മാരെ, ഇവിടെ വലിയ വിഷയമാണ്. അപ്പോൾ കുട്ടികളെ എങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? എങ്ങനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്? നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് തിന്മകൾ നന്മകളായി അവതരിപ്പിക്കുന്ന അവസ്ഥയുള്ളത്. എല്ലാതരം തിന്മകളും സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ നന്മകളായി അവതരിപ്പിക്കുകയാണ്. അതിന്റെ വക്താക്കളും ആ വക്താക്കൾക്ക് സമൂഹങ്ങളിൽ നൽകുന്ന സ്വീകാര്യത, അത് ടി വി ചാനൽ ചർച്ചകളിലൊക്കെ അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥകൾ, എല്ലാ തിന്മകളും നന്മകളായി അവതരിപ്പിക്കുന്ന അവസ്ഥയുണ്ട്. മാതാപിതാക്കൾക്ക് ഇങ്ങനെയില്ല, കുട്ടികൾക്ക് കൂട്ടുകാരികൾ കാണുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളെ തിരുത്തുവാനോ ഉപദേശിക്കുവാനോ ഇന്നത്തെ കാലത്ത് പറ്റുന്നില്ല. അദ്ദേഹത്തിന് ഇത് മാത്രമേ പറയാനുള്ളൂ, ഈ ഉമ്മാക്ക് എപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ. ഏതോ ഒരു മേഖലകളിലേക്ക് അവർ ഉൾവലിഞ്ഞ് ജീവിക്കുകയാണ്. മക്കൾ വലിയവരാകണം, നല്ലവരാകണം എന്നാണ് നമുക്ക് ആഗ്രഹം. ഭൗതികമായിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി ഒരു വിഭാഗം എപ്പോൾ കഴിയുന്നു. ഒപ്പം അവരെ ചേർക്കുന്ന സ്ഥാപനം ഏതാണ്? അതിൽ നമുക്കൊരു ശുഷ്കാന്തിയില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ ഡ്രസ്സിനാകട്ടെ എത്രയാണോ ഒളിച്ചു നിൽക്കുന്നത്, പിടിച്ചു നിൽക്കുന്നത്, മനസ്സിന്റെ വികാരങ്ങളെ വിളക്കിപ്പെടുത്തുന്ന ഡ്രസ്സിംഗ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പെൺകുട്ടികളാകട്ടെ ആൺകുട്ടികളാകട്ടെ ടൈറ്റുള്ള ഡ്രസ്സ് ധരിക്കുക എന്നതാണ്, മറ്റുള്ളവരെ ആകർഷിക്കേണ്ട രീതിയിൽ ധരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ, അവരെ സംസ്കരിച്ചെടുക്കുന്നതിൽ ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്കുള്ള അധ്വാനം എന്ന് പറയുന്നത് അത് ചില്ലറയില്ല. അന്ന് വെച്ചാൽ വളരെ ഗൗരവവും കരുതലോടും കൂടി വേണം നമ്മൾ പെരുമാറേണ്ടത്. കാരണം മക്കളുടെ സ്വഭാവ രീതിയിൽ പോലും രക്ഷിതാക്കളുടെ സ്വഭാവ രീതിയിൽ വലിയ സ്വാധീനമുണ്ട്. പറഞ്ഞല്ലോ, നിങ്ങൾ കുട്ടികളോട് പോലും കളമൊഴിയരുത്. എന്തുകൊണ്ടാണ്? ഒരു അബ്ദുല്ലാഹി ഇബ്നു ആമിർ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കലും എന്റെ ഉമ്മ എന്നെ വിളിച്ചു നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ എന്റെ ഉമ്മ ഒരിക്കൽ വിളിക്കുകയുണ്ടായി എന്ന അക്കാലത്ത് ആ പൂർത്തീക ഞാൻ നിങ്ങൾക്ക് നൽകാം, ഇങ്ങോട്ട് വാ, ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ് വിളിച്ചു വന്നു. അവരോട് ചോദിച്ചു, അർദ്ധത്തിയാൻ പൂർത്തിയാക്കും, നീ ആ കുട്ടിക്ക് നൽകാൻ തന്നെയാണോ ഉദ്ദേശിച്ചത്? അപ്പൊ അവർ പറഞ്ഞു, കുർത്തി തമ്പ്രൻ, അതെ ഞാൻ തമ്പ്ര കൊടുക്കും. അപ്പൊ പ്രതികരിക്കുകയാണ്, നീ ഈ എങ്ങാനും അവർക്ക് നൽകിയിട്ടില്ലെങ്കിൽ നിന്റെ പേരിൽ ഒരു കളവ് രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. ഒരു കളവ് രേഖപ്പെടുത്തി വെക്കുമെന്നാണ്. സഹോദരന്മാർ, നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ നമുക്കുള്ള സ്വാധീനത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കുട്ടികളെ ചെറുപ്പത്തിൽ സത്യസന്ധരായി വളർത്താം, കളവ് പറഞ്ഞ് വളർത്താം. ഏതും കളവ് പറഞ്ഞവരെ ശീലിപ്പിക്കുക. ഞാൻ നിനക്ക് കൊണ്ടുതരാം, വാങ്ങിത്തരാം, അത് നൽകാം, ഇത് നൽകാം. അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന, അവർ വീക്ഷിക്കുന്ന രീതിയിൽ മാതാവോ പിതാവോ മറ്റുള്ളവരോട് കളവ് പറയാം. അപ്പൊ യഥാർത്ഥ രൂപത്തിൽ കളവ് പറയാൻ ആരാണ് അവർക്ക് ശിക്ഷണം കൊടുക്കുന്നത്? അത് നമ്മൾ തന്നെയാണ്, സ്വന്തം ഉമ്മ തന്നെയാണ്. അതുപോലെയുള്ള സംസ്കരണ ചിന്തകൾ ആത്യന്തികമായി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങളെ ശപിക്കരുത്, നിങ്ങളുടെ കുട്ടികളെ ശപിക്കരുത്. കാരണം അറിയോ, ചില സമയമുണ്ട് ഈ കുറ്റപ്പെട്ടവരാണ്, ഈ അള്ളാഹുവില്ല എന്റെ ഹൃദയത്തിലൊക്കെ മക്കളെ ശപിച്ചാൽ അള്ളാഹുവിനുള്ള ഉത്തരം കൊടുക്കപ്പെട്ടാലുണ്ടല്ലോ, പിന്നെ അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നന്നായിക്കൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, അങ്ങനെ ശാപം വാങ്ങുമ്പോൾ പൊഴിയുമ്പോൾ മലക്കുകൾ ചിലപ്പോൾ ആവിയും പൊഴിയും. അപ്പൊ അങ്ങനെ ആവിയും പൊഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ ആ ജീവിതം മുഴുവൻ ഞാൻ ആരെയാണോ ശപിച്ചത്, എന്റെ മക്കളെ കൂട്ടത്തിലുള്ള വ്യക്തി അല്ലെങ്കിൽ ആ കുട്ടി, ആ കുട്ടിയുടെ പരിണിതമായ ഫലം എന്റെ ജീവിതം മുഴുവൻ കാണേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം കൊടുക്കുന്ന സമയത്താണോ അങ്ങനെ ഒരു ശാപം നമുക്ക് ഒഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരം വിഷയമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും ശപിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള പല രൂപത്തിലുള്ള തസ്കിയത്ത്, തർബിയത്ത് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഏത് യുവാവിന്റെ കയ്യിൽ കൈയിട്ട്
വിട്ട് നടക്കുന്ന ഏത് പെൺകുട്ടിയുടെയും തോളിലൂടെ നടക്കുന്ന ആൺകുട്ടികളുമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ പോലും മാതാവും പിതാവും കിടന്നുറങ്ങുന്ന റൂമിൽ പ്രവേശിക്കണമെങ്കിൽ 3 പ്രാവശ്യം അനുവാദം ചോദിക്കണമെന്ന് 3 ഘട്ടത്തിൽ അനുവാദം ചോദിക്കണമെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രായപൂർത്തിയായ കുട്ടികളാണല്ലോ ഏത് സമയത്തും മാതാപിതാക്കളുടെ റൂമിൽ പ്രവേശിക്കണമെങ്കിലും അവർ അനുവാദം ചോദിച്ചിരിക്കണം. എന്ന് വെച്ചാൽ വ്യക്തമായ തെർബിയത്ത് കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ നമ്മളാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സഹോദരന്മാരെ പറഞ്ഞൊരു കാര്യത്തിൽ നാളിന്റെ അടിയാളമാണ് അറിവുകൾ ഉയർത്തപ്പെടും. അറിവില്ലായ്മ കാരണം ഏതാണ് നന്മ ഏതാണ് തിന്മ എന്ന് വ്യക്തതയില്ലാത്ത സംഗതികളൊക്കെ എന്താകും? അതൊക്കെ സ്ഥിരപ്പെടും. വ്യഭിചാരം വ്യാപിക്കും, മദ്യവും മയക്കുമരുന്ന് അതൊക്കെ വ്യാപിക്കും. അതൊക്കെ ഖിയാമത്ത് നാളിന്റെ അടിയാളങ്ങളിൽപ്പെട്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതുപോലുള്ള ഒരുപാട് കേസുകളുണ്ട്. പറഞ്ഞു കാലം എടുത്തു വരും, വ്യാപിക്കും, പരീക്ഷണങ്ങൾ വ്യാപിക്കും, വിശുദ്ധാവും കൊലപാതകങ്ങൾ വർദ്ധിപ്പിക്കും എന്നൊക്കെ അപ്പോൾ ഇവിടെ പറഞ്ഞ സംഗതി എന്താണ്? ഇൽമിനെ, യഥാർത്ഥ ഇൽമിനെ അത് ഉയർത്തപ്പെടുമെന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ യഥാർത്ഥ ഇൽമിന്റെ വാഹകരാണ്. ആ ഇൽമിന്റെ വാഹകരായി നമ്മൾ നമ്മുടെ കുട്ടികളെ അതേ രൂപത്തിൽ ഇൽമു നൽകാൻ, യഥാർത്ഥ ഇൽമു നൽകാൻ, മദ്രസ വിദ്യാഭ്യാസം നൽകാൻ, ദീനി വിജ്ഞാനം നൽകാൻ നമ്മൾ പരിമിതമായി വളരെ കൃത്യമായി പരിശ്രമിക്കേണ്ടത്. വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളെ തൊട്ട് കാണണം, നിങ്ങളുടെ കുടുംബത്തെ തൊട്ടും നരകത്തെ തൊട്ട് കാണണം. എന്ന് വെച്ചാൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാണുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവർ നല്ല അതവ് പഠിപ്പിക്കണം. അവർ ദീനി വിജ്ഞാനം നൽകണം. വിജ്ഞാനത്തില്ല മതിയാണ് എന്ന് പറയാം. അവർ അല്ലാഹുവിനെ അനുസരണം പഠിപ്പിക്കണം. അനുസരണക്കേട് പഠിപ്പിക്കണം. അല്ലാഹുവിനെ കുറിച്ചുള്ള സിക്റുകൾ, ഓർമ്മകൾ അവരോട് കൽപ്പിക്കണം. അങ്ങനെയാണ് നിങ്ങൾ അവരെ നരകത്തിൽ തൊട്ട് രക്ഷപ്പെടുത്തേണ്ടത് എന്ന് പണ്ഡിതന്മാർ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചത് കാണിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, മദ്രസകളിലേക്ക് തുറക്കാൻ വേണ്ടി പോകുന്ന ഈ സമയത്ത് മതവിദ്യാഭ്യാസത്തിന് ശക്തമായ ഒരു പ്രത്യേകത നമ്മൾ കൽപ്പിക്കുകയും അതനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കുന്ന വർക്കലാൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം ഉണർത്തുകയാണ്. ഈ സലഫുസാലികളായ പണ്ഡിതന്മാർ ആദ്യം കുട്ടികളെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അവർക്ക് മര്യാദകൾ. ഇമാം മാലിക്കിന്റെ വലിയ പണ്ഡിതന്മാരുടെ അടുക്കളയ്ക്ക് കുഞ്ഞുനാളിൽ മകനെ പറഞ്ഞേക്കും. എന്നിട്ട് പറയും, നീ ആദ്യം പഠിക്കേണ്ടത് അദബാണ്, മര്യാദകൾ. ഉസ്താദുമാരോട് പറഞ്ഞു, ഇതിന് ആദ്യം നിങ്ങൾ പഠിപ്പിക്കേണ്ടത് അദബാണ്, മര്യാദകളാണ്. എന്ന് വെച്ചാൽ നല്ല മാതൃകയുള്ള നല്ല മര്യാദയുള്ള സ്ഥാപനങ്ങളിലായിരിക്കും നമ്മുടെ കുട്ടികളെ ചേർക്കേണ്ടത്. കിതാബി പണ്ഡിതൻ അതേപോലെ ഒരു കാര്യം, അദ്ദേഹത്തിന്റെ കുട്ടിയെ കൊണ്ട് ഒരിക്കലും ഉസ്താദിനെ എടുത്തു പോയി. ഈ ഉസ്താദിനോട് പറഞ്ഞു, എന്റെ കുട്ടിനെ നന്നാക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ നന്നാവണം. എന്റെ കുട്ടിയെ നന്നാക്കുന്നതിന് മുമ്പ്. അപ്പൊ മതവിദ്യാഭ്യാസത്തിലേക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സ്ഥാപനങ്ങളിൽ കുട്ടികളെ ഇടാ ഓടാ, അതുപോലെ തന്നെ തൊട്ടതിനെ അടിക്കുക, മർദ്ദിക്കുക, ഉസ്താദുമാരെ ചീത്ത വിളിക്കുക. കുട്ടി എന്താ പഠിക്കുന്നത്? ഖുർആൻ. ആരാ പഠിപ്പിക്കുന്നത്? ഉസ്താദ്.
ഉസ്താദിന് കിട്ടുന്ന വാക്കെന്താണ്? പെടയും കൂടിയും ചീത്തയും അടിയും മർദ്ദനമാണെങ്കിൽ ഉസ്താദ് ഭീകര ജീവിയാണെങ്കിൽ സഹോദരന്മാരെ കുട്ടിക്ക് ഇരുമ പഠിക്കാൻ കഴിയില്ല, ദീൻ പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച മാതൃകയിൽ അനുശാസിക്കുന്ന സ്ഥാപനങ്ങളിലായിരിക്കണം നമ്മളെ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. അതേപോലെ നീ എന്റെ മകനെയാണ് പഠിപ്പിക്കുന്നത്, താങ്കളുടെ മകനെയാണ് പഠിപ്പിക്കുന്നത്, എന്റെ മകന്റെ നോട്ടം താങ്കളുടെ കണ്ണിലായിരിക്കും. താങ്കൾ എന്താണോ നന്മ ചെയ്തത് അതെന്റെ മകന് നന്മയാണ്. അതെ, താങ്കൾ എന്താണോ ഉപേക്ഷിക്കുന്നത് അതെന്റെ മകന് തിന്മയാണ്. അതുകൊണ്ട് എന്റെ മകന്റെ മകൻ താങ്കൾ നല്ലൊരു മാതൃക യോഗ്യനായിരിക്കണം. സഹോദരന്മാരെ, രാവിലെ കടന്നിറങ്ങിയ നമ്മൾ കുട്ടിയെ നിസ്കരിക്കാൻ വേണ്ടി നിസ്കരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഭാര്യകളെ വേണ്ടി അടിപിടി കൂടുന്ന ഒരു മക്കളാണ് കുട്ട. മകളോട് നീ നല്ല സ്വഭാവത്തിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മക്കളും മറ്റേ സഹോദരന്മാരായി തെറ്റിദ്ധരിക്കുന്ന വെറുപ്പ് ധരിക്കുന്ന ഒരു പിതാവ് സ്വന്തം മകനോട് നന്മ ഉപദേശിച്ച് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ വീട്ടിലാകട്ടെ പൊതുസമൂഹത്തിലാകട്ടെ കുട്ടികളുമായിട്ട് ഇടപെടുന്നവർ നല്ല മാതൃക യോഗ്യരായി നിൽക്കണമെന്നാണ് അടിസ്ഥാനപരമായി കാര്യത്തിൽ കൊടുക്കാറുള്ളത്. മറ്റുള്ള സഹോദരന്മാർക്കുള്ള മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് മക്കൾക്ക് പ്രയാസം ഉണ്ടായാൽ അല്ലാഹുവിനോട് നിരന്തരം ദുആ ചെയ്യുന്നവരായിരിക്കണം നമ്മളെ കൊടുക്കാൻ. നമുക്കറിയാം, أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. ഖുർആനിലുള്ള പ്രാർത്ഥനയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഈ ദുആ ചെയ്യണമെന്ന്. ഈ ദുആയുടെ പ്രാധാന്യം എന്താണെന്നറിയോ? ഖാല റബ്ബി ഔസിനി, എനിക്ക് നീ പ്രചോദനം നൽകണമേ. أن أشكر نعمتك التي أنعمت علي. ഈ എന്നെ അനുഗ്രഹിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അല്ലാഹുവിന്റെ ഇരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട്, നടക്കാനുള്ള അനുഗ്രഹമുണ്ട്, ജോലി ചെയ്യാനുള്ള അനുഗ്രഹമുണ്ട്. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹത്തെ നിന്നോട് നന്ദി ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. എന്റെ മാതാപിതാക്കൾക്ക് നീ എനിക്ക് അനുഗ്രഹങ്ങളുണ്ട്, അതിനും നന്ദി ചെയ്യാൻ നീ എനിക്ക് പ്രചോദനം നൽകണമേ. നീ ഇഷ്ടപ്പെടുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ. അല്ലാഹുവേ, എന്നെ നന്നാക്കണേ, എന്റെ മക്കളെ നന്നാക്കണേ, എന്റെ മക്കളെ നന്നാക്കി തരണമേ. ഇന്നി തുബത്തുഇലൈക, ഞാനിതാ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. വഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിംകളിൽപ്പെട്ടവനാണ്. സഹോദരന്മാരെ, എന്റെ കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രചോദനം നൽകണം, എന്റെ മക്കളെ നന്നാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ എടുത്തു ഉദ്ധരിക്കുന്ന പ്രാർത്ഥനാ വാക്യങ്ങളിൽപ്പെട്ടതാണ് ഇന്നി തുബത്തുഇലൈക, ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു. എന്താണ് ഇത് വെച്ചാൽ മക്കൾ മോശമാണ് ഒരു കാരണക്കാരൻ ഞാൻ തന്നെയാണ്. എന്റെ പെരുമാറ്റം, എന്റെ കോപം, എന്റെ ഇടപെടൽ ഒരിക്കൽ പോലും ഒരു ദീനീ ക്ലാസ്സിന് കൊണ്ടുപോകാത്ത അവസ്ഥകൾ, ഒരു ഖുർആൻ ക്ലാസ്സിന് കൂട്ടിക്കൊണ്ടുപോകാത്ത അവസ്ഥകൾ, ഒരു മലയാളം ക്ഷണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാത്ത അവസ്ഥകൾ, ഒരു തബ്ലീഗിന്റെ നല്ല മദ്രസകളിൽ മക്കളെ ചേർത്താത്തിന്റെ അവസ്ഥകൾ. അതുകൊണ്ടാണ് പ്രാർത്ഥന ശകലങ്ങളിൽ പോലും ഇന്നി തുബത്തുഇലൈക, ഞാനിതാ ഖേദിച്ച് മടങ്ങിയിരിക്കുന്നു, നീ എന്റെ മക്കളെ നന്നാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ധാരാളം പ്രാർത്ഥിക്കുക എന്നതാണ്. ഈ പ്രാർത്ഥനയായത് സൗദി അറേബ്യയിലെ പ്രഗത്ഭ പണ്ഡിതനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്തായ ഈ പ്രാർത്ഥന. ഇത് റബ്ബി ഔസിനി അൻ അശ്കുറ നിഅമതക. അദ്ദേഹം മരണപ്പെട്ടു പോയിട്ട് ഏകദേശം 200 വർഷത്തിന് മേലെ. സഹോദരന്മാരെ, ഇന്നും സൗദി അറേബ്യയിലെ പ്രഗത്ഭ പണ്ഡിതന്മാരുടെ ശിക്ഷ പരിശോധിച്ചാൽ ആലു ഷെയ്ഖിന്റെ കുടുംബങ്ങളിൽ ആരെങ്കിലും ഒരാളുണ്ടാവും. ഈ ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ കാണാം, അദ്ദേഹം നിരന്തരം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇന്നും അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് അവിടുത്തെ പ്രഗത്ഭ പണ്ഡിതന്മാരെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ നിത്യമായ ജീവിതത്തിൽ അള്ളാഹുവിനോട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. ഒപ്പം അവർക്ക് നല്ല രീതിയിൽ തർബിയത്ത് കൊടുക്കാൻ വളരെ നിതാപമായ ഒരു ജാഗ്രത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇവിടെ ഇപ്പോൾ അടുത്ത കാലത്തായി മുടങ്ങിക്കിടക്കുന്ന ഒരു മദ്രസ, ഈ മദ്രസ ഇവിടെ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ. 1-ാം ക്ലാസ്സിലേക്കും 2-ാം ക്ലാസ്സിലേക്കും അവർക്ക് പ്രവേശനം കൊടുക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയത്തിലോ ഒന്നിലും രണ്ടിലും പഠിക്കുന്ന കുട്ടികളെ യഥാർത്ഥ തൗഹീദ് പഠിപ്പിക്കുന്ന, സുന്നത്ത് പഠിപ്പിക്കുന്ന, നല്ല തർബിയത്ത് കിട്ടുന്ന, നല്ല തസ്കിയത്ത് കിട്ടുന്ന, നല്ല അധ്യാപകരുള്ള ഖുർആന്റെ ജീവിത പാഠങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസകളിലേക്ക് ചേർത്താൽ അത്തരം ഒരു മദ്രസയ്ക്കുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തുന്നത്. കേരളത്തിലെ മഹോളമികളുള്ള മിസ്റ്റർ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ മദ്രസ സിലബസിന്റെ അതനുസൃതമായിട്ടുള്ള ഒരു പാഠ്യപദ്ധതിയായിരിക്കും ഇവിടെ നടപ്പിലാക്കുക. നല്ല സിലബസാണ്, നല്ല പാഠവിഭാഗങ്ങളാണ്, ഉന്നതരായ പണ്ഡിതന്മാർ പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ഇത്തരം സ്ഥാപനങ്ങൾ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.